أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم على سيدنا محمد. റജബിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യം. നേരത്തെ അദ്ദേഹത്തിന്റെ 2 ഫത്വകൾ ഫതാവൽ കുബ്രയിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തോട് ചോദ്യം? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ പേരിൽ വരെ പത്രക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഫത്വാവയിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യം ഹദീസുമായി ബന്ധപ്പെട്ട് ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു റജബ്, സ്വർഗ്ഗത്തിലൊരു നദിയുണ്ട്, അതിന് റജബ് എന്ന പേര് എന്ന് പറയുന്ന ഹദീസ്. മങ്ങട്ടെ മൻസാമ യൗമൻ മിൻ റജബ്, റജബിലെ ഒരു ദിവസം നാം അനുഷ്ഠിച്ചാൽ അല്ലാഹു ആ നദിയിൽ നിന്ന് കുടിപ്പിക്കും എന്ന ഹദീസ്. അതുപോലെ മറ്റൊരു ഹദീസ്, മൻസാമ യൗമൻ മിൻ റജബ്, റജബിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ കാന കസിയാമി ശഹർ, ഒരു മാസം നോമ്പനുഷ്ഠിച്ചതുപോലെയാണ്. 7 ദിനം നോമ്പനുഷ്ഠിച്ചാൽ ജഹന്നമിന്റെ 7 കവാടങ്ങൾ അവന് അടക്കപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള ഹദീസ് അത് നിർമ്മിക്കപ്പെട്ട ഹദീസാണോ അല്ലേ എന്നാണ് ചോദ്യം. ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആധികാരിക പണ്ഡിതരാണ്. അവരുടെ മറുപടി ലൈസത്ത് മൗളൂഅ, അത് മൗളൂഅൊന്നുമല്ല, നിർമ്മിക്കപ്പെട്ടതൊന്നുമല്ല. ബൽഈഫ, ചെറിയ ബലഹീനതയുണ്ട്. ഫതജൂസു റിവായത്തുഹാ, അത് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നത് ജായിസാണ്, കുഴപ്പമല്ല, തെറ്റല്ല. വൽ അമലു ബിഹാ, അതിൽ പറഞ്ഞതനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്യാം. റജബിലെ നോമ്പ് അത് നോൽക്കുകയും ചെയ്യാം. പുണ്യകർമ്മമാണല്ലോ പറയുന്നത്. പുണ്യകർമ്മത്തിൽ അത്തരം ഹദീസുകൾ സ്വീകാര്യമാണെന്ന് മുഹദ്ദിസുകൾ ഇത്തിഫാഖുണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. പിന്നെയും പറയുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഹദീസിനെ പറ്റി ലൈസ ഫീ ഇസ്നാദി മൻ യൻദറു ഫീ ഹാലിഹി, അതിന്റെ ഇസ്നാദിൽ പ്രശ്നമുള്ള ആരുമില്ല. മൻസൂർ അസ്വദി എന്ന ധാരാളം ആളുകൾ അവർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന് ചെറിയ ന്യൂനതയുണ്ട് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുകയും അതിനിപ്പം ന്യൂനതയുണ്ട് എന്നുകൊണ്ടും അത് പുണ്യകർമ്മത്തിൽ അമല് ചെയ്യാം എന്നുമാണ് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ റജബിന്റെ ഹദീസ് അദ്ദേഹം പറയുന്നു ധാരാളം വഴികൾ, റിപ്പോർട്ടുകൾ റജബിന്റെ ഹദീസിനുണ്ട്. ധാരാളം റിപ്പോർട്ടുകളുണ്ട്. സാക്ഷിയാകാൻ പറ്റുന്ന ധാരാളം റിപ്പോർട്ടുകളുണ്ട്. നിർമ്മിച്ച ഹദീസല്ല, അത് എന്താണ്? നിർമ്മിക്കുന്ന തൊട്ടൊക്കെ കയറി ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഓരോന്ന് നോക്കുമ്പോഴും അല്പം റിപ്പോർട്ടർമാരിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള റിപ്പോർട്ടുകളെ കൊണ്ട് ശറയിൽ അമല് ചെയ്യാമെന്നും അത് പുണ്യകർമ്മത്തിൽ അതുകൊണ്ട് അമല് ചെയ്യാം. ഫതജൂസു റിവായത്തുഹാ വൽ അമലു ബിഹാ ഫിൽ ഫളാഇൽ, പുണ്യകർമ്മത്തിൽ അങ്ങനെയുള്ള റിപ്പോർട്ട് വന്നാൽ അമല് ചെയ്യാവുന്നതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് റജബിലെ നോമ്പ് അമലിന് പറ്റുന്ന ഹദീസ് തന്നെയാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.